നമസ്കാരം. കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 കാറ്റഗറി 1 ഇംഗ്ലീഷിനെ കുറിച്ചായിരിക്കും. നമ്മളൊരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പെഡഗോഗി കണ്ടന്റിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടൊരു ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന്. അതിന് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ന് രാവിലത്തെ വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഇവിടെ കുറച്ച് സാങ്കേതിക തകരാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കായിരുന്നത്. അതിന് പകരമായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. There are certain students in our classrooms who are with this disorder, where they used to substitute or add one sound for another. This disorder is called as dash. നമ്മളുടെ ക്ലാസ് റൂമിൽ സാധാരണ കാണുന്നൊരു ഡിസോർഡറാണിത്. ഈ ഡിസോർഡർ പ്രകാരം ഒരു കുട്ടി സംസാരിക്കുന്ന സമയത്ത് ഒരു വാക്കിന് പകരം അല്ലെങ്കിൽ ഒരു സൗണ്ടിന് പകരം വേറൊരു സൗണ്ട് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു വാക്ക് പറയുന്നതിന് വേറൊരു വാക്ക് പറയുകയോ ചെയ്യുന്നു. ഈ ഡിസോർഡറിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ ബി ആർട്ടിക്കുലേഷൻ ഡിസോർഡർ, ഓപ്ഷൻ സി ബിഹേവിയറൽ ഡിസോർഡർ, ഓപ്ഷൻ ഡി അറ്റൻഷൻ ഡിസോർഡർ. അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേറൊരു വാക്ക് അല്ലെങ്കിൽ സൗണ്ട് ആഡ് ചെയ്യുന്ന ഡിസോർഡറിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ബി ആർട്ടിക്കുലേഷൻ ഡിസോർഡർ എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ? കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എൻകറേജർ, ഓപ്ഷൻ ബി റിസർച്ചർ, ഓപ്ഷൻ സി ടാസ്ക് മാസ്റ്റർ, ഓപ്ഷൻ ഡി റിഫ്ലക്റ്റർ. ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ടാസ്ക് മാസ്റ്റർ എന്നുള്ളത്. അതൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ടീച്ചറിൻ്റെ സവിശേഷതയിൽ പെടാത്തതാണ്. ബാക്കി 3 ഓപ്ഷൻസ് ആ കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിൽ പെടുന്നൊരു ടീച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം പഠിക്കുമ്പോൾ ബാക്കി 3 ഓപ്ഷൻ മനസ്സിലാക്കി വെക്കുക. ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഥവാ പരീക്ഷയിൽ തിരിച്ചാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതേപോലത്തെ ഈ പെഡഗോഗി ചോദ്യങ്ങൾക്ക് അതിനൊരു ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കപ്പോൾ 2 ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ലഭിക്കും. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ഇൻ എ ക്ലാസ് റൂം a teacher observed that many of the students did not have completed English notebook. To equip the teacher for addressing this issue, which one will you suggest as the best one? ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ഒരു കാര്യം ഒബ്സർവ് ചെയ്യുകയാണ്. കുറേ കുട്ടികൾ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് തരം നമ്മൾ എന്തായിരിക്കും ടീച്ചറിന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഏതായിരിക്കും ഏറ്റവും നല്ലൊരു വഴിയെന്ന് ഈ പ്രശ്നത്തെ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഓപ്ഷൻ എ ട്രെയിനിങ്, ഓപ്ഷൻ ബി കേസ് സ്റ്റഡി, ഓപ്ഷൻ സി ആക്ഷൻ റിസർച്ച്, ഓപ്ഷൻ ഡി റിഫ്ലക്റ്റീവ് ജേർണലിംഗ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കുട്ടികളുടെ ഈ പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല അനുയോജ്യമായ മാർഗം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആക്ഷൻ റിസർച്ച് എന്നുള്ളത്. ആ മെത്തേഡ് വഴി നമുക്ക് ഈ ഇങ്ങനെ കൂടുതൽ കുട്ടികളുടെ ഒരു പ്രത്യേക തരമായിട്ടുള്ള ഈ ഒരു ഇംഗ്ലീഷ് നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. അതിന് മുന്നോട്ടായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് നൽകുക. ഇൻ എ ക്ലാസ് റൂം ആക്ടിവിറ്റി എ ടീച്ചർ ഹാസ് ലെഡ് ഹെർ സ്റ്റുഡൻസ് ത്രൂ ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ താഴെ നൽകുന്ന സ്റ്റെപ്പുകളിലൂടെ കുട്ടീനെ കൊണ്ടു നടന്നു. ആ സ്റ്റെപ്പുകൾ വായിക്കാം. ഇഷ്യൂ, ഹൈപ്പോത്തിസിസ്, കളക്ടിങ് ഡാറ്റ, ഡ്രോയിങ് കൺക്ലൂഷൻസ്. ഹിയർ ദ ടീച്ചർ ഫോളോസ്. ഇതേപോലെ 4 സ്റ്റെപ്പിലൂടെ ടീച്ചർ കുട്ടികളെ ക്ലാസ് റൂം ആക്ടിവിറ്റി കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ ഈ ടീച്ചർ എന്താണ് ഫോളോ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡിഡക്റ്റീവ് അപ്രോച്ച്, ഓപ്ഷൻ ബി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ഓപ്ഷൻ സി പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, ഓപ്ഷൻ ഡി
ഡിസ്കഷൻ മെത്തേഡ്. ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. ആ മെത്തേഡാണ് ഇവിടെ ടീച്ചർ ഫോളോ ചെയ്തേക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് പ്രിപ്പറേഷൻ: ഇൻക്യുബേഷൻ, സഡൻ ഫ്ലാഷ് ഓഫ് ഐഡിയ, എക്സ്പ്രസിങ് ഐഡിയ. ഇങ്ങനെ 3 സ്റ്റെപ്പാണ് അവിടെ. അതൊരു ഇററാണ് അവിടെ 4 എന്ന് കാണിച്ചേക്കുന്നത്. ഈ 3 സ്റ്റെപ്പാണ് ഈ പ്രിപ്പറേഷൻ്റെ അകത്ത് വരുന്നത്. ഇതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റീസണിങ്, ഓപ്ഷൻ ബി റിഫ്ലക്റ്റീവ് തിങ്കിങ്, ഓപ്ഷൻ സി ക്രിയേറ്റീവ് തിങ്കിങ്, ഓപ്ഷൻ ഡി ഡിഡക്റ്റീവ് തിങ്കിങ്. ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ക്രിയേറ്റീവ് തിങ്കിങ്. അതിലാണ് ഈ 3 ഓപ്ഷൻസ് അല്ലെങ്കിൽ 3 പോയിന്റുകൾ വരുന്നത്. അടുത്ത ചോദ്യം: ദ ബോഡിലി ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് നേച്ചുറലി ആൻഡ് സ്പോണ്ടേനിയസ്ലി ആൻഡ് ദാറ്റ് ആർ ടു എക്സ്റ്റെൻഡ് ജെനറ്റിക്കലി പ്രോഗ്രാം, വാട്ട് ഇറ്റ് റെഫേഴ്സ് ടു? ഈ ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ സാധാരണ രീതിയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഈ ഒരു ജെനറ്റിക്കലി പ്രോഗ്രാം ആയിട്ടുള്ള സാധനത്തിന് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എന്തിനാണ് ഇത് വെച്ച് റെഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലേണിംഗ്, ഓപ്ഷൻ ബി ഇൻ്റഗ്രേഷൻ, ഓപ്ഷൻ സി മെച്ചുറേഷൻ, ഓപ്ഷൻ ഡി ഡിഫറൻഷിയേഷൻ. അപ്പോൾ ഇതേപോലെ ഈ നേച്ചുറലും സ്പോണ്ടേനിയസും ആയിട്ട് ഉണ്ടാകുന്ന ബോഡിലി ചേഞ്ചിനെ പറയുന്നതാണ് ഈ മെച്ചുറേഷൻ എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. Views on language development by 2 eminent psychologists are represented below. താഴെ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ടിട്ട് 2 അറിയപ്പെടുന്ന മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈഗോ സെൻട്രിക് സ്പീച്ച്, സോഷ്യലൈസ്ഡ് സ്പീച്ച്, സോഷ്യൽ സ്പീച്ച് ആൻഡ് പ്രൈവറ്റ് സ്പീച്ച്. അപ്പോൾ ഇത് 2 ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ വൈഗോട്സ്കി ബ്രൂണ, ഓപ്ഷൻ ബി വൈഗോട്സ്കി പിയാഷെ, ഓപ്ഷൻ സി പിയാഷെ വൈഗോട്സ്കി, ഓപ്ഷൻ ഡി പിയാഷെ ബ്രൂണർ. അപ്പോൾ ഈഗോ സെൻട്രിക് സ്പീച്ചും സോഷ്യലൈസ്ഡ് സ്പീച്ചും പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് പിയാഷെയാണ്. രണ്ടാമതായിട്ടുള്ള സോഷ്യൽ സ്പീച്ചും പ്രൈവറ്റ് സ്പീച്ചും പറഞ്ഞിരിക്കുന്നത് വൈഗോട്സ്കിയാണ്. മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എ സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് primarily based on the assumptions that option A school are more efficient than external examination bodies, assessment should be very economical, teacher knows her learners capability better than external bodies, students should at all costs get good grades. സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ് നടത്തുന്നതിനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ടീച്ചർ നോസ് ഹർ ലേണേഴ്സ് കാപ്പബിലിറ്റി ബെറ്റർ ദാൻ എക്സ്റ്റേണൽ ബോഡീസ്. ഒരു അധ്യാപികയ്ക്ക് ആ കുട്ടിയുടെ കഴിവുകേടുകളും അറിയാൻ സാധിക്കും. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ബോർഡ് പരീക്ഷ ഇടുമ്പോൾ അത് കറക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു ചോദ്യപേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്ക് ഇവിടുത്തെ കുട്ടികളുടെ നിലവാരമോ മറ്റൊന്നും അറിയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ ആ ഒരു സ്കൂളിലത്തെ ടീച്ചർ അല്ലെങ്കിൽ അധ്യാപക തന്നെ ആവുമ്പോൾ ഈ ഓരോ കുട്ടികളുടെയും കേപ്പബിലിറ്റിക്ക് മനസ്സിലായിട്ട് സംഭവങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് വൺ പെർട്ടിക്കുലർ കണ്ടീഷൻ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ബിഹേവിയർ സച്ച് ആസ് എക്സസീവ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ഷോർട്ട് അറ്റൻഷൻ സ്പാൻ. വാട്ട് ഡസ് ഇറ്റ് റെഫേഴ്സ് ടു? എക്സസീവ് റെസ്റ്റ്ലെസ്നെസ്സും ഷോർട്ട് അറ്റൻഷൻ സ്പാനും ഒക്കെ ഉള്ളത് ഏത് തരത്തിലുള്ള പഠിതാക്കളിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ADHD, ഓപ്ഷൻ ബി ഓട്ടിസം, ഓപ്ഷൻ സി സെറിബ്രൽ പൾസി, ഓപ്ഷൻ ഡി മെൻ്റൽ റിട്ടാർഡേഷൻ. ഓപ്ഷൻ എയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിഷ്യൻറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. നമുക്ക് ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണെന്നുള്ളതാണ്. ഇങ്ങനെ എക്സസീവ് റെസ്റ്റ്ലെസ്നെസ്സും ഷോർട്ട് അറ്റൻഷൻ സ്പാനും ഉള്ളത് ഇതേപോലത്തെ കുട്ടികളാണ്. അവർക്ക് ഒരു സ്ഥലത്ത് ഒരിക്കലും ഒരുമിച്ച് കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു അവസരം വരെ കാത്തിരിക്കാനോ സാധിക്കില്ല. അവർക്ക് ഏറ്റവും ആദ്യം ചെയ്യുകയും അവൻ്റെ അറ്റൻഷൻ പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു. ADHD കുട്ടികൾക്ക് അങ്ങനത്തെ പ്രോബ്ലമാണ് ഉള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കണമെങ്കിൽ മുമ്പ് ഒരു കാര്യം വേണ്ടി നിങ്ങൾ ഓർമ്മിക്കുകയാണ്, നിങ്ങൾ കേട്ട സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഫ് യു ആസ്ക് മീ ഡാഷ്
ഓപ്ഷൻ എ ഐ വിൽ ടെൽ യു, ഓപ്ഷൻ ബി ഐ വുഡ് ടെൽ യു, ഓപ്ഷൻ സി ഐ വുഡ് ഹാവ് ടോൾഡ് യു, ഓപ്ഷൻ ഡി ഐ വിൽ ബി ടെല്ലിങ് യു. എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ടെൽ യു, ഞാൻ പറഞ്ഞേനെ. ഓക്കെ, അടുത്ത് ഇഫ് യു ആസ്ക് മീ ഐ വിൽ ടെൽ യു, അതാണ് എൻ്റെ ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ലെറ്റർ, നോട്ടീസ്, പ്രൊഫൈൽ, കോൺവെർസേഷൻ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഫോർ ഡാഷ്. ലെറ്ററുകൾ, നോട്ടീസുകൾ, പ്രൊഫൈലുകൾ, സംസാരങ്ങൾ, ഇവയൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാംഗ്വേജ് എലിമെൻറ്റ്സ്, ഓപ്ഷൻ ബി ലാംഗ്വേജ് കൺവെൻഷൻസ്, ഓപ്ഷൻ സി ലാംഗ്വേജ് ഡിസ്കോഴ്സസ്, ഓപ്ഷൻ ഡി ലാംഗ്വേജ് യൂണിറ്റ്സ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്നുള്ളത്. ഒരു അധ്യാപിക ക്ലാസ്സിൽ ഒരു പഠന ആശയം വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതൊരു സംഭവത്തിനെയും ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് എന്തുമായിക്കോട്ടെ, ലെറ്റേഴ്സ് ആവാം, ഒരു പബ്ലിക്കേഷൻ ആവാം, നോട്ടീസ് ആവാം, ഡ്രാമ ആവാം, ICT ഉപയോഗിച്ച് കാണിക്കുന്ന മൂവീസ് ആവാം, എന്തും ആയിക്കോട്ടെ, അവയെല്ലാം ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്നുള്ള ബാനറിലാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. യുവർ ഫ്രണ്ട്സ് വിൽ കം ഏർലി. ഐഡൻറ്റിഫൈ ദ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ വോണ്ട് യു, ഓപ്ഷൻ ബി വിൽ ദേ, ഓപ്ഷൻ സി വോണ്ട് ദേ, ഓപ്ഷൻ ഡി വിൽ യു. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വോണ്ട് ദേ എന്നുള്ളത്. അതാണ് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. യുവർ ഫ്രണ്ട്സ് വിൽ കം ഏർലി, വോണ്ട് ദേ. അടുത്ത ചോദ്യം. ദേ ആർ ബിൽഡിംഗ് എ ന്യൂ ബ്രിഡ്ജ് ഡാഷ് ദ റിവർ. ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ടുള്ള താഴെ നൽകിയത് ഓപ്ഷൻസ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻ, ഓപ്ഷൻ ബി അക്രോസ്, ഓപ്ഷൻ സി ഓഫ്, ഓപ്ഷൻ ഡി എലോങ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അക്രോസ് എന്നുള്ളത്. ദേ ആർ ബിൽഡിംഗ് എ ന്യൂ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. അവർ നദിയുടെ കുറുകെ ഒരു പാലം പുതിയതായിട്ട് നിർമ്മിക്കുകയാണ്. അടുത്ത ചോദ്യം. ഇറ്റ് ഈസ് നോട്ട് ഡാഷ് ടു സ്പെൻഡ് സോ മച്ച്. മണി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓപ്ഷൻ എ സെൻസിറ്റീവ്, ഓപ്ഷൻ ബി സെൻസിബിൾ, ഓപ്ഷൻ സി സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ ഡി സെൻസിബിലിറ്റി. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സെൻസിബിൾ എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് സെൻസിബിൾ ടു സ്പെൻഡ് സോ മച്ച്. അടുത്ത ചോദ്യം. ദ മീറ്റിംഗ് പ്ലേസ് വാസ് പോസ്റ്റ്പോൺഡ്. ഐഡൻറ്റിഫൈ ദ ഫ്രേസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് പോസ്റ്റ്പോൺഡ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് കാണാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മീറ്റിംഗ് പോസ്റ്റ്പോണ്ട് ചെയ്തു. അപ്പോൾ ഈ പോസ്റ്റ്പോണ്ട് എന്നുള്ള വാക്കിന് നമുക്ക് താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എങ്ങനെ റീപ്ലേസ് ആയിട്ട് വേറെ വാക്ക് വെക്കാൻ സാധിക്കും. ഓക്കെ, ഓപ്ഷൻ എ പുട്ട് എസൈഡ്, ഓപ്ഷൻ ബി പുട്ട് ഓഫ്, ഓപ്ഷൻ സി പുട്ട് ഓൺ, ഓപ്ഷൻ ഡി പുട്ട് ഇൻ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പുട്ട് ഓഫ് എന്നുള്ളത്. പോസ്റ്റ്പോണ്ട് എന്നുള്ള പദത്തിന് നമുക്ക് പുട്ട് ഓഫ് എന്നുള്ള വാക്കുകൊണ്ട് മാറ്റി റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്ത ചോദ്യം. ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ ഫേസ് ഡാഷ് സ്മൈലിംഗ് ഐസ്. ഓപ്ഷൻ എ ഓഫ്, ഓപ്ഷൻ ബി വിത്ത്, ഓപ്ഷൻ സി ഫോർ, ഓപ്ഷൻ ഡി ഇൻ ടു. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ ഫേസ് വിത്ത് സ്മൈലിംഗ് ഐസ്. അടുത്ത ചോദ്യം. ഐ പെയ്ഡ് 20 rupees ഫോർ ദ പെൻ. ദിസ് സെൻറ്റൻസ് ക്യാൻ ബി ദ ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ആൻസർ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ താഴെ നിന്നുള്ള ഓപ്ഷനിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. ഓപ്ഷൻ എ ഹൗ മച്ച് ഡു യു പേ ഫോർ ദ പെൻ, ഓപ്ഷൻ ബി ഹൗ മച്ച് യു പെയ്ഡ് ഫോർ ദ പെൻ, ഓപ്ഷൻ സി ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദ പെൻ, ഓപ്ഷൻ ഡി ഹൗ മച്ച് ഹാവ് യു പെയ്ഡ് ഫോർ ദ പെൻ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദ പെൻ എന്ന് ചോദിച്ചാലാണ് ഐ പെയ്ഡ് 20 rupees ഫോർ ദ പെൻ എന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ. ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നാല് ഓപ്ഷൻസ് താഴെയുണ്ട്. ഓപ്ഷൻ എ ഹാവ് യു കം യെസ്റ്റർഡേ, ഓപ്ഷൻ ബി യു കം യെസ്റ്റർഡേ, ഓപ്ഷൻ സി ഡു യു കം യെസ്റ്റർഡേ, ഓപ്ഷൻ ഡി
ഡിഡ് യു കം എസ്റ്റർഡേ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡിഡ് യു കം എസ്റ്റർഡേ എന്നുള്ളതാണ് ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെൻറ്റൻസ്. അടുത്ത ചോദ്യം, വുഡ് യു മൈൻഡ് ഡാഷ്. ഓപ്ഷൻ എ ടു ലെൻഡ് ദ ബുക്ക്. ഓപ്ഷൻ ബി ലെൻഡിങ് ദ ബുക്ക്. ഓപ്ഷൻ സി ലെൻഡ് മീ ദ ബുക്ക്. ഓപ്ഷൻ ഡി ലെൻഡ് മീ ദ ബുക്ക്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ലെൻഡിങ് മീ ദ ബുക്ക്. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ ദ ബുക്ക്. ഇതിൽ ഓപ്ഷൻ സിയിൽ ലെൻഡ് മീ ആണ്, മെറ്റല്ല. അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഈ വീഡിയോ മുന്നിലോട്ട് എത്തിക്കുന്നത് കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. നമ്മൾ ആ വരുന്ന എല്ലാ കമൻറ്റും നമ്മൾ വായിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് റിപ്ലൈ തരാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാനലിൽ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സ് വഴി നമ്മൾ അറിയിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്